എക്സ്ട്രാ സെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നാസ്തികർ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ എന്ന തലക്കെട്ടോടെ ആരംഭിക്കുകയാണ്. കാരണം ആ യൂട്യൂബ് നിറയെ ഒരുപാട് ബൈബിൾ ചിന്തകളുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ബൈബിള് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബൈബിൾ വിചിന്തനമാണ് നിരീശ്വരവാദികൾ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത്. ബൈബിളിനെ കുറിച്ച് ആർക്കും വ്യാഖ്യാനിക്കാം, അതെല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ ബൈബിൾ വ്യാഖ്യാനം കേട്ടിട്ട് ഇതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. ഇപ്പോഴാണ് ഈ സത്യം മനസ്സിലായെന്നതുപോലെ കാലങ്ങളായിട്ട് ബൈബിൾ വായിച്ചു കൊണ്ടിരുന്ന ആൾക്കാരും പറയുന്നത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് തോന്നുന്നു. അത്തരം ഒന്ന് രണ്ട് ബൈബിൾ വ്യാഖ്യാനങ്ങൾ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എന്താണ് പാപം? മനുഷ്യൻ പാപിയാണ് എന്ന് നിങ്ങളോട് ആദ്യം പറയുന്നു. ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബോധ്യം എന്തോ ഒരു ആപ്പിളോ ഒരു സബർജല്ലിയോ കടിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. അപ്പോൾ ഇത് കടിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ മുഴുവൻ ഒരു അധമബോധത്തോടെ ഒരു ഗിൽറ്റി ഫീലിങ്ങോടെ ജീവിക്കുകയും നിരന്തരം കൈ കഴുകുകയും ചെയ്യുകയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ഔവ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു. അവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, ജ്ഞാനത്തിൻ്റെ വൃക്ഷം. നന്മയും തിന്മയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പഴം അതിനകത്തുണ്ടായിരുന്നു. അത് മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നി, നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ആൻസസ്റ്റേഴ്സ് ആരോ അവയൊന്നും ഈ വൃക്ഷം കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. പക്ഷേ പറഞ്ഞു തോതില്ല, നമ്മുടെ നിൽക്കുന്ന അതിൻ്റെ പഴം മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്താ കഴിച്ചാൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്കുള്ളത് കൊണ്ട് ആദം കഴിച്ചു. ഒരു ടോക്കിംഗ് പാമ്പ്, സംസാരിക്കുന്ന പാമ്പ് എന്ന് പറഞ്ഞു, ഇത് കഴിച്ചു നോക്കൂ, വളരെ നല്ലതാണ്, ആസ്തമയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടോക്കിംഗ് പാമ്പ് അന്നുണ്ടായിരുന്നു, ഇന്നില്ല. അതിൻ്റെ വോക്കൽ കോഡ്സിന് മ്യൂട്ടേഷൻ വന്നതിന് ശേഷം ഇപ്പോൾ പാമ്പുകൾ സംസാരിക്കാറില്ല. പക്ഷേ സംസാരിക്കുന്ന പാമ്പിൻ്റെ ഫോസിലുകൾ അർജൻറ്റീനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അർജൻറ്റീനയിൽ നിന്ന് കണ്ടെത്തിയത് ഈ കാലുള്ള, ഇവിടുന്ന് കാല് വരുന്ന പാമ്പുകളാണ് കേട്ടോ. ഞാൻ ചുമ്മാ നിങ്ങളോട് അത് പറയേണ്ട കാര്യമില്ല. അപ്പം അതാണ് ഒറിജിനൽ സിൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ആപ്പിൾ കഴിച്ചു. എളുപ്പത്തിൽ അതിനെ ആപ്പിൾ സിൻ എന്ന് പറയാം. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ ആയിരുന്നില്ല, സബർജല്ലി ആയിരുന്നു, അല്ലെങ്കിൽ സമോസ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. അതിൻ്റെ ഒന്നും കാര്യമില്ല, ഒരു പഴം. ഓക്കെ, റൈറ്റ്. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് പറഞ്ഞ് അവഹേളിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഉൽപ്പത്തി പുസ്തകം. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ കേട്ടത്. ആപ്പിൾ സിൻ, ഒരു മരത്തിൽ നിന്നൊരു പഴം പറിച്ചു തിന്നുന്നത് ഇത്ര വലിയ പാപമാണ്. ഇത് വെച്ചുകൊണ്ടാണ് കാലങ്ങളായിട്ട് ഈ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസികൾക്ക് ആർക്കും ഒരു ചിന്തയുമില്ല, ഒരു ബുദ്ധിയുമില്ല. ഒരു പഴം പറിച്ച് തിന്നെന്ന് കേട്ടപ്പം അത് വിശ്വസിച്ചുകൊണ്ട് അവരങ്ങോട്ടിരിക്കുകയാണ്. പിന്നെന്താണ്? ആ തോട്ടത്തിന് നടുക്കൊരു മരമുണ്ടെന്ന്, ആ മരത്തിന് അറിവിൻ്റെ വൃക്ഷമെന്നും അതിലെ പഴം ഭക്ഷിക്കുന്നതിനെ കുറിച്ചും ഒക്കെ, അതും പോരാഞ്ഞിട്ട് ഒരു ടോക്കിംഗ് പാമ്പ്, ഒരു സർപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും തോന്നൂല്ലേ, ഇതൊക്കെ എന്ത് വലിയ പോഷത്തരമാണ്. ഇത് കേട്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് ശരിയാണ്, ഞെട്ടിപ്പോയി, ഇതൊക്കെ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഈ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു വിശ്വാസിയും ഈ സംസാരിക്കുന്ന സർപ്പത്തെയും ഈ പഴവും ഒക്കെയാണ് അല്ലിരിക്കുന്നത്. എല്ലാ വിശ്വാസികളും ഇതെന്താണെന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, ഈ ആദ്യ മനുഷ്യന്റെ കഥ എഴുതിയത് ആദ്യത്തെ മനുഷ്യനല്ല. ഈ ലോകത്ത് എഴുത്തും വായനയൊക്കെ ഉള്ളപ്പോഴാണ് ഇത് എഴുതിയത്. എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം കോടാനുകോടി മനുഷ്യർ ജീവിക്കുമ്പോൾ അതിനിടയിലാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ആദ്യ പാപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആദിമ മനുഷ്യനെ കുറിച്ച്. അപ്പം നമ്മൾ ഇതിനെ ബുദ്ധിപരമായിട്ടാണ് വായിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങണം. അതായത് ഒരു മനുഷ്യൻ ചുറ്റും നോക്കി ചിന്തിക്കുന്നു, എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ട്, എല്ലാവരും ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പരക്കം പായി, എന്താണ് ഇവരുടെയൊക്കെ ഈ പാപത്തിന് കാരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ കണ്ടെത്തുകയാണ്. എന്നിട്ട് അയാൾ അതൊരു കഥ പോലെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെല്ലാം നൽകി. ഈ ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
സർവ പ്രപഞ്ചവുമാണ്. ആ തോട്ടത്തിലെ 10,000-കണക്കിന് മരങ്ങളും ലക്ഷോപലക്ഷം ഫലങ്ങളുമായ ആ മനുഷ്യന് നൽകി. എന്നിട്ട് അതിലെ ഒരു മരത്തിന്റെ ഖനി മാത്രം മാറ്റിവെച്ചു. എന്നിട്ടും അയാൾ അതിലേക്ക് കൈനീട്ടി ചെന്നു എന്നൊരു മനുഷ്യന്റെ മനഃശാസ്ത്രം പറയുന്ന കഥയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രമാത്രം നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ ഫലങ്ങൾ മുഴുവനൊന്ന് ആസ്വദിച്ച് തീർക്കാൻ സമയമില്ല, ഈ ആയുസ് തികയില്ല. അങ്ങനാണെങ്കിലും ഒരു മരം മാറ്റിവെച്ചു, അതിലെ ഒരു പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നീ കൈനീട്ടി പോകുമോ? എഴുത്തുകാരൻ പറയുന്നു, പോകും. മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതിയിൽ എത്രമാത്രം ലഭിച്ചാലും ഇനിയും കൂടുതൽ എന്നൊരു ചിന്ത കൊണ്ട് മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുമെന്ന ഒരു വലിയ ഫിലോസഫിയാണ് ആ ഉൽപ്പത്തിയിലെ സംഭവം പറയുന്നത്. ഈ തത്വചിന്തയ്ക്ക് ഒരു മനുഷ്യന്റെ പാപവുമായിട്ട് മാത്രമല്ല ബന്ധം, ഒരു പ്രകൃതിയുടെ തന്നെ ശോഷണത്തിന് കാരണമാകുന്നു. കാരണം നിനക്ക് ഈ സർവ്വപ്രപഞ്ചവും ലഭിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നിനക്ക് ജീവിക്കാനുള്ളൊരു ജീവിതാവസ്ഥ, ഒരു ഇക്കോസിസ്റ്റം നിനക്ക് ചുറ്റും ഉണ്ട്. നിനക്ക് അതിൽ സുഖസമൃദ്ധമായിട്ട് ജീവിക്കാം. എന്നിട്ടും നീ അരുതാത്തതിലേക്ക്, എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യൻ അരുതാത്ത കനിയിലേക്ക് കൈനീട്ടി എന്ന് പറഞ്ഞാൽ അവൻ ആവശ്യമുള്ളതെല്ലാം ലഭിച്ചിട്ടും അവൻ പിന്നെയും ഒരു ഈ പ്രപഞ്ചത്തിന്റെ ഒരു തുണ്ടടർത്തി മാറ്റി. അഥവാ അവൻ അവന്റെ അമിതമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. നമ്മളിപ്പോൾ പറയുന്ന ജലപ്രളയം, ഗ്ലോബൽ വാർമിംഗ്, അല്ലെ? കടൽ കത്തുന്നു, മലകൾ ഉരുകുന്നു, കാലാവസ്ഥകൾ തകിടം മറിയുന്നു. ഇതൊക്കെ പറയുന്നത് എന്താ? മനുഷ്യൻ അവന്റെ അതിമോഹം കാരണം അവന്റെ ജീവിതവും കടന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൈനീട്ടി ചെല്ലുന്നു. അരുതാത്തതിലേക്ക് അവൻ നീട്ടിപ്പോകുന്നു, കൈനീട്ടി ചെല്ലുന്നു. അതിന്റെ കാരണം ഇനിയും കൂടുതൽ, ഇത് പോരാ എന്നൊരു ചിന്ത കൊണ്ട് അവൻ പ്രലോഭിപ്പിക്കും. അതുകൊണ്ട് അതിനെ ആപ്പിൾസിൻ എന്ന് പറഞ്ഞങ്ങ് ചുരുക്കരുത്. അത് ചുരുങ്ങിപ്പോയൊരു കാഴ്ചയാണ്. അത്രമാത്രമേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് കേട്ട് നമ്മൾ ഒരു പഴം തിന്നാല് പാപമാണോ എന്ന് ചോദിച്ചിട്ട് പഴം കണ്ട് പേടിക്കരുത്. ഇതൊരു പഴത്തിന്റെ കഥയല്ല പറയും, ഇല്ലേ? ഇനി എന്താണ്? ഒരു അറിവിന്റെ വൃക്ഷം, അങ്ങനൊരു വൃക്ഷമുണ്ടോ? അറിവിന്റെ വൃക്ഷത്തിൽ നീ ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുന്ന നിമിഷം നീ മരിക്കും. ഇതൊക്കെയാണോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഇത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ തെറ്റ്? കാരണം ഇത് പഠിപ്പിക്കുന്ന മറ്റൊരു ഫിലോസഫിയാണ്. ഒരു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്, അത് തിന്നുന്ന ദിവസം നീ മരിക്കുമെന്ന് പറഞ്ഞാൽ ബൈബിൾ മനുഷ്യനോട് പറഞ്ഞു തരുന്ന ഒരു വലിയ രഹസ്യമാണ്. ആത്യന്തികമായ അറിവ്, യഥാർത്ഥമായ അറിവ് ദൈവത്തിന് മാത്രമുള്ളതാണ്. മനുഷ്യന് അതറിയാൻ കഴിയില്ല. ഈ ആത്യന്തികമായ അറിവെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു മാൻ. അത് ഭക്ഷിക്കുന്ന, ആ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അറിവ് ഉൾക്കൊള്ളാൻ മനുഷ്യന് ത്രാണിയില്ല. അല്ലാതെ ഈ മരത്തിൽ ചെന്ന് തൊട്ടാ കറണ്ടടിച്ച് മരിക്കുമെന്നൊന്നുമല്ല. നമ്മുടെ നിസ്സാരതയെ കുറിച്ചാണ് പറയുന്നത്. ഈ മഹാപ്രപഞ്ചം, ഇനി അതിനുമപ്പുറം നമ്മൾ അറിയാത്ത എത്ര പ്രപഞ്ചങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചിന്തിച്ചാൽ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുത്തിനേക്കാൾ ചെറുതാണ്. ആ ചെറിയ കുത്തിലെ ഏറ്റവും ചെറിയൊരു കുത്താണ് ഞാൻ. ഈ എനിക്ക് ആത്യന്തികമായ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് സാധ്യമല്ല. ഞാനീ സംസാരിക്കുന്നത് അറിവിൽ നിന്നല്ല. എനിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യം അറിയാൻ കഴിയില്ലെന്നുള്ള അറിവിൽ നിന്നാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് എന്തറിയാം? ഈ ലോകത്തെ എല്ലാ കോണ്ടക്സ്റ്റിലും ഒരേ സമയം ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ മറ്റൊരിടത്ത് എങ്ങനെ ആയിരിക്കും സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു മത്സ്യത്തിന് മുഴുവൻ കടലിലും ജീവിക്കാൻ പറ്റും.
എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അറിയുന്നില്ല. ആ മനുഷ്യനോട് ഒരു വലിയ സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആത്യന്തികമായ അറിവ് ദൈവത്തിൻ്റെതാണ്. അതിൽ നിനക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. ഇത് വായിച്ചപ്പം നമ്മുടെ മനസ്സിൽ ഒരു വലിയ മരവും ഫലങ്ങളും ഒക്കെ മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോയതാണ്. ഇത് അതിവിശാലമാണ്. പിന്നെയും പ്രശ്നമുണ്ടല്ലേ, സംസാരിക്കുന്ന പാമ്പ്. അന്ന് ആ മരത്തിൽ വന്ന് ഇഴഞ്ഞു വന്ന് ആദത്തോട് ഹവയോട് സംസാരിച്ച പാമ്പിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അധികം ഒന്നും പഠിച്ചിട്ടില്ലാത്ത വിശ്വാസിയ ഒരു വീട്ടമ്മ പോലും ഈ പാമ്പിനെ കുറിച്ച് ആകുലപ്പെടുന്നില്ല. കാരണം അവർക്ക് നല്ല വ്യക്തതയുണ്ട്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വേലിപ്പൊത്തിൽ വന്നിരുന്നു, മരത്തിൽ ചുറ്റി വന്നിരുന്നെന്നും പ്രലോഭിപ്പിക്കുന്നില്ല. അവരതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്താണ് ഈ പാമ്പ്? മനുഷ്യന്റെ മനസ്സിലേക്ക് വന്ന ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പഴം നീ വിചാരിക്കുന്നതിനേക്കാൾ ആസ്വാദികരമാണ്. ഇത് ഭക്ഷിച്ചാൽ നീ ഒരുപാട് നാൾ ജീവിക്കും. ജീവിക്കാൻ വന്ന ആളോട് കൂടുതൽ ജീവിക്കുമെന്ന് പറയുന്ന ഒരു ചിന്ത. നിനക്ക് മീതെ ഉള്ളത് ദൈവമാണ്. ഇത് ഭക്ഷിച്ചാൽ നീയും ദൈവത്തെ പോലെയാണ്. അതാണ് ഈ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത്. അപ്പൊ ഈ സർപ്പം എന്ന് പറഞ്ഞാൽ മരത്തിലൂടെ ഇഴയുന്നതല്ല, മനുഷ്യന്റെ മനസ്സിലൂടെ ഇഴയുന്നതാണ്. മനസ്സിലൂടെ ഇഴയുന്ന സർപ്പത്തെ എഴുത്തുകാരനെടുത്ത് മരത്തിലിട്ട് കാണിച്ചു തന്നതാണ്. ഇതാണ് ഉൽപ്പത്തിയിലെ കഥ. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സമയം പാഴാക്കരുത്. കാരണം ഒരുപാട് പറയാനുണ്ട്. 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചു, 2-ാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചപ്പം ദിവസം 2-3 കഴിഞ്ഞു. എങ്ങനെ വെളിച്ചമുണ്ടായി? ഇത് എഴുതിയാക്കും. ഇത് വായിക്കുന്ന ഏത് പാവപ്പെട്ടവനും അറിയാം. ഇത് എഴുതുമ്പോൾ ഈ ഭൂമി കരണ്ടറൊന്നും. പിന്നെ എന്താണ്? ദൈവം സൃഷ്ടിച്ചു. അത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യന് മനസ്സിലാകാൻ ഒരു കഥ പോലെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കും. അതിനെ നമ്മൾ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുത്ത് ചിന്തിച്ചത്? എനിക്കൊന്ന് ലോകത്തൊരു നിരീശ്വരവാദി മാത്രമായിരിക്കും തികച്ചും ബുദ്ധിശൂന്യമായിട്ട് ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുകയും എന്നിട്ടൊരു തികഞ്ഞ ബുദ്ധിമാനെ പോലെ അത് എതിർക്കുകയും ചെയ്തു. ബുദ്ധിയോടങ്ങ് വായിച്ച പിന്നെ അതിനകത്ത് എതിർക്കാനൊന്നുമില്ല, മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അടുത്ത ധ്യാനം നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായത്തെ കുറിച്ചാണ്. അതായത് ഈ അധ്യായത്തിൽ പറയുന്നത് എന്ത് ക്രൂരതയാണെന്നറിയാമോ? ഒരു മനുഷ്യൻ വീട്ടിൽ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു പയ്യൻ അവനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കിരാത നിയമത്തെക്കുറിച്ച്. അതൊന്ന് കേട്ടു നോക്കാം. ഡ്യൂട്ടറോണമി 2:21-18. If someone has a stubborn and a rebellious son who does not obey his father and mother and will not listen to them when they discipline him, his father and mother shall take hold of him and bring him to the elders at the gate of the town. ഒരു മകൻ അച്ഛനെ അമ്മയെ അനുസരിക്കാതെ അവർ പറയുന്നത് കേൾക്കാതെ ഒരു മകൻ ഉണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും എന്താണ് ചെയ്യേണ്ടത്? അവനെ പിടിച്ചുകെട്ടിയോ അല്ലെങ്കിൽ അനുനയ രൂപത്തിലോ എൽഡേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലണം. ഗേറ്റ് നഗര കവാടത്തിന് അടുത്തുള്ള ഈ പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ട് ചെല്ലണം ഈ മകനെ. എന്നിട്ട് പറയണം, വാച എന്താണ്? ദിസ് സൺ ഓഫ് ours is stubborn and rebellious. ഇവൻ അനുസരണക്കേട് കാണിക്കുന്നവരാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നേ. He will not obey us. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുന്നില്ല. എത്ര നാൾ പറഞ്ഞു, അവൻ കേൾക്കുന്നില്ല. He is glutton and drunkard. അവൻ ആഹാരം ഒരുപാട് കഴിക്കുന്നവനാണ്. ഡ്രങ്കാർഡ് മദ്യപിക്കുന്നവനാണ്. അതൊക്കെ ഈ പോലീസുകാർ കേസിടുന്നോണം കൂടെ ചേർക്കുന്നതാണ്. ഡ്രങ്കാർഡ് ആവണമെന്നില്ല, സ്റ്റബേൺ ആൻഡ് റെബല്യസ് ആയാൽ മതി. ഇതിന്റെ ഭാഗമാണേ. Then all the men of his town are to stone him to death. You must purge the evil from among you. All Israel will hear of it and be afraid. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം കൂടി നഗര കവാടത്തിന് പുറത്ത് വെച്ച് ഈ മകനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് ആ സംസ്കൃതിയിൽ നിന്ന് നിങ്ങൾ പാപത്തെ മോചിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയാണ്.
അതിനെക്കുറിച്ച് കേൾക്കുന്ന എല്ലാ ഇസ്രായേലുകാരും ഭയപ്പെട്ടിരിക്കും. അന്ധഭയം ഇരിക്കട്ടും. ഇതാണ്. ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും അല്ലേ? ഇങ്ങനൊക്കെയാണോ ബൈബിൾ എഴുതുന്നത്? ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ദൈവത്തെക്കുറിച്ച് ദൈവം എഴുതിയതല്ല, ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ എഴുതിയതാണ്. മനുഷ്യൻ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ജീവിച്ച കാലഘട്ടത്തിൽ അന്ന് മനുഷ്യൻ വിചാരിക്കുന്നതാണ് പാപം ഒഴിവാക്കണം, പാപം ചെയ്യുന്ന മനുഷ്യനെ കൊന്നുകളയുന്നതാണ് ദൈവഹിതം എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം ഇങ്ങനൊരു രക്തദാഹിയാണെന്നല്ല. റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഒക്കെ പ്രസംഗങ്ങളെ തുടർന്ന് ബൈബിളിനെ കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രക്തദാഹിയായ ദൈവം, പല ഉദാഹരണങ്ങളിലൂടെയൊക്കെ. ഇവിടെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെക്കുറിച്ച് ദൈവം പറയല്ല, ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ പറയും. എത്രയോ കാലങ്ങളെടുത്താണ് മനുഷ്യൻ പരിഷ്കരിക്കപ്പെട്ടത്. ഇതൊക്കെ സമ്മതിക്കുന്ന, ഇതൊക്കെ ശാസ്ത്രീയമായി പറയുന്ന മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച്, അവന്റെ ഭൗതിക വളർച്ചയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഉള്ള വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളർന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്താ തെറ്റ്? ഓരോ കാലഘട്ടത്തിലും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്ത ഇവോൾവ് ചെയ്യുന്നു. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഭാഷയിലൂടെ ദൈവത്തിനെ കുറിച്ചുള്ള കൂടുതൽ സ്നേഹം നിറഞ്ഞ കാഴ്ചപ്പാടുകളിലേക്ക് മനുഷ്യനെത്തുന്നു. ഇതിന് പകരം എല്ലാം ഒന്നും മറന്നിട്ട് ഇതാ ദൈവം ഇത്ര ക്രൂരനാണ്, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാടുണ്ട്. ഇതെല്ലാം വായിച്ച് വെറുതെ ഞെട്ടണ്ട. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് പറയുന്നു, മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്ന ധാരണകൾ മാറി വരും. അത്രേ ഉള്ളു കാര്യം. ഇനി ഇതിനേക്കാൾ മാരകമായ ഒരു കാര്യമുണ്ട്. അടുത്ത വരിയിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഇതൊന്നും തിരുത്തിയിട്ടില്ലെന്ന്. യേശുക്രിസ്തു ഇതുപോലെ തന്നെ രക്തദാഹിയാണ്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതൊന്നും യേശു തിരുത്തിയ കാര്യമല്ല കേട്ടോ. യേശു തിരുത്തിയില്ലെന്ന് മാത്രമല്ല, യേശു ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം. മാത്യു 15:1-9 വരെ. Then some Pharisee and teachers of the law came to Jesus from Jerusalem and asked, why do your disciples break tradition of the elders? കുറെ ഫാരിസികൾ വന്ന് ജീസസിനോട് ചോദിച്ചു, നിങ്ങളുടെ അനുയായികൾ ഈ പാരമ്പര്യം, ട്രഡീഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നില്ല, എന്താ കാര്യം? They don't wash their hands before they eat. അതാണ് ഒരു ട്രഡീഷൻ. യേശുവിൻ്റെ ഡിസൈപ്പിൾസിനെ കുറിച്ചുള്ള ഒരു ആരോപണമാണ്, കൈ കഴുകാതെ ആഹാരം കഴിക്കുക. ബാക്ടീരിയ നോ പ്രോബ്ലം. അഗസ്റ്റസ് മോറിസ് കേൾക്കണ്ട. They don't wash their hands before they eat. Then ജീസസ് പറഞ്ഞു, എൻ്റെ അനുയായികൾ ട്രഡീഷൻ പാലിക്കുന്നില്ല അല്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, അതിനൊരു പരിഹാരമല്ല അദ്ദേഹം പറയുന്നത്, തിരിച്ച് തറതലയാണ് പറയുന്നത്. എന്താണ്? Then why do you break the command of God for the sake of your tradition? നിങ്ങൾ എന്തിനാണ് ഈ പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നത്. കാരണം for God said, honor your father and mother, and anyone who curses their father or mother is put to death. ദൈവം പറഞ്ഞിട്ടില്ലേ, നിന്റെ അച്ഛനും അമ്മയും ബഹുമാനിക്കണം, ആരെങ്കിലും അതിനെ ധിക്കരിക്കുകയാണെങ്കിൽ അവരെ കൊല്ലണം, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ ദൈവത്തിൻ്റെ നിയമം അതാണ് പ്രധാനം. എന്നിട്ട് ജീസസ് കണ്ടിന്യൂസ് ആൻഡ് സേ, but you say that if anyone declares that what might have been used to help their father and mother is devoted to God, അച്ഛനെ അമ്മയും സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അത് ദൈവത്തിനെ സഹായിക്കാനാണ് എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ അച്ഛനെ അമ്മയെ സഹായിക്കുമ്പോൾ ദൈവത്തെ സഹായിക്കുകയാണ്, ദൈവത്തിന് സെർവ് ചെയ്യാണ്. Devoted to God, they are not to honor their father and mother with it.
അപ്പോൾ അതായത് നിങ്ങൾ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനെ സഹായിക്കണം, അല്ലാതെ അച്ഛനും അമ്മയും സഹായിക്കാനല്ല. അവരെ അങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലേ? പറഞ്ഞു വരും, വളച്ചൊടിച്ച് പറഞ്ഞു വരികയാണ്. പക്ഷെ എന്താണ് നിയമത്തിലുള്ളത്? ഫോർ ഗോഡ് സെഡ് ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇവരെയും കൂടി ചെയ്യണം, ഇവരും പ്രധാനമാണ്. ആൻഡ് എനിവൺ ഹു കഴ്സസ് their father or mother is put to death. അപ്പം ജീസസ് ഇതിനെയൊക്കെ ധിക്കരിച്ച ആളാണ് എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അബദ്ധമാണ്. ധിക്കരിക്കാൻ പോകുന്നവരെ പോലും തിരുത്തിയ ആളാണ് ജീസസ്. ഒരു പ്രത്യേക മൈൻഡോടുകൂടെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പം അത് ഏത് റൂട്ടിൽ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് പഴയ നിയമം പറയുന്നു തെറ്റ് ചെയ്തവനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇപ്പൊ നമ്മൾ കേട്ടത് യേശുക്രിസ്തു അത് തിരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കൊല്ലണം എന്ന് പറയുന്ന ഒരാളാണ്. ഇത് തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ മനസ്സിലാകും നമ്മൾ ഈ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ ചേർത്താണ് ബൈബിളിനെ നമ്മളൊന്ന് കഷ്ടപ്പെട്ട് വളച്ചോടിച്ച് തിരിച്ചൊക്കെ എടുക്കുന്നത്. അങ്ങ് ചുമ്മാ വായിച്ച ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ പാസേജ് ഒന്ന് വായിക്കാം, ഈ പറഞ്ഞ കാര്യം തന്നെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ലല്ലോ. നമുക്ക് തന്നെ കേട്ടപ്പോൾ മനസ്സിലായി അത്ര വലിയ ആകാശം ഇടിഞ്ഞു പോകാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അവർക്ക് അങ്ങനെ ആയിരിക്കാം അന്നത്തെ ഫരിസേയർക്ക്. അത് ഈശോയുടെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ട ഒരു വലിയ പ്രശ്നം പോലും ഉന്നയിക്കപ്പെട്ടതാണ്. അതിന് ക്രിസ്തു പറയുന്ന മറുപടിയാണ് നമ്മുടെ വിഷയം. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് എന്താണ് ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത്? ഇവിടാണ് പ്രശ്നം. പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു, അല്ലേ? ഈ പറഞ്ഞതിന്റെ അർത്ഥം കൊല്ലണമെന്നാണ് നമ്മൾ കേട്ടത്. ഇവിടെ ഈശോ പറഞ്ഞത് എന്താ? നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകിയ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറി മുറുകെ പിടിക്കും. പക്ഷേ ഒരു വലിയ നിയമം നിങ്ങൾക്കുണ്ട്. പിതാവിനെയോ മാതാവിനെയോ ബഹുമാനിക്കാത്തവൻ കൊല്ലപ്പെടണം. ഇത്രയും കർശനമായ നിയമം പറഞ്ഞിട്ടും പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാത്ത നിങ്ങളാണ് ഈ കൊച്ചു കാര്യങ്ങളിൽ കയറി പിടിക്കുന്നത്. ഒന്ന് തെളിമയോടെ ചിന്തിച്ചാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാകും. ആ തെളിമയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തന്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. എന്ത് മനസ്സിലായി? യേശു ക്രിസ്തു പറയുന്നു, പിതാവിനെയും മാതാവിനെയും ഉപേക്ഷിക്കുന്നവൻ ബഹുമാനിക്കുന്നവൻ മരിക്കണമെന്ന നിയമം ഉണ്ടായിട്ട് പോലും നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നുമില്ല, ഞങ്ങളത് വഴിപാടായിട്ട് ചെയ്തോളാന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് കളയും. ആ നിങ്ങളാണ് ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകിയില്ലെന്നും പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ, കഠിനമായ നിയമം ഉണ്ടായിട്ട് പോലും അത് സ്നേഹിക്കാതെ, അവരെ ബഹുമാനിക്കാതെ ഈ കൊച്ചു കാര്യങ്ങളിൽ കയറി പിടിക്കുന്നു? ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാത്തവൻ കൊല്ലപ്പെടണം? അതുപോലെ നിങ്ങൾ എന്താണ് ബഹുമാനിക്കാത്തവരെ കൊല്ലാത്തത്? അതല്ല ക്രിസ്തുവിന്റെ വിഷയം. ഇവിടെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ യേശു ക്രിസ്തു സൂചിപ്പിച്ചതാ സ്നേഹത്തിന്റെ വലിയ കൽപ്പനകളുണ്ട്. അത് എത്ര കർശനമായ കൽപ്പനയാണ്, സ്നേഹിക്കണമെന്ന് മാതാപിതാക്കൾ. എന്നിട്ട് അത് ഗൗനിക്കാത്ത നിങ്ങൾ എന്തിന് ഈ പാരമ്പര്യത്തിന്റെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി? ഇനിയും മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ വിഷയം കൊലപാതകമാണല്ലോ, കൊല്ലണമെന്നാണല്ലോ. കുറച്ചും കൂടെ ഒന്ന് വായിക്കാം. അവൻ ജനങ്ങളെ തന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഈ സംഭവം കഴിഞ്ഞിട്ടാണ്, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അതായത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്ടീരിയയെ കുറിച്ചൊക്കെ കേട്ടില്ലേ? ബാക്ടീരിയ ഒക്കെ അകത്തേക്ക് പോകും. അതിനെക്കുറിച്ച് ഈശോ പറയുകയാണ്, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല
വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ശാരീരികമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, രോഗമൊക്കെ ഉണ്ടാകും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇതിനും അപ്പുറം ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്നതല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്ന് പറഞ്ഞു, ഈ വചനം ഫരിസേയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ആ വിസ്താര നിമിത്തമാ. എന്നിട്ട് അവസാനം അതിനെക്കുറിച്ച് ഈശോ വീണ്ടും പറയാണ്, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, കൊലപാതകം. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടരുതാത്ത, മനുഷ്യനെ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഈശോ പറയാണ്, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കും. ഇനി പറ, ഈശോ ഇവിടെ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞെന്താ? ഈ കൊലപാതകമൊക്കെ വരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ട് പുറമേ ഉള്ള നിയമങ്ങളും പാലിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധമാക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഇതൊക്കെ ഒരു വഴിപാട് പോലും കാണിച്ചിട്ട് ഈ ബാഹ്യമായി ഉണ്ടാക്കിയ നിയമങ്ങളിൽ പിടിക്കും. അപ്പൊ ഒരു ബൈബിളിനെ എങ്ങനെയാണ് ഉൾട്ടാ മറിച്ചത് ഒരു ചിന്തയെ? ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒന്നുകിൽ ബുദ്ധിശൂന്യമായി ഇതിനെ വായിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ബുദ്ധിയോടെ അത് വായിക്കണം. അത് നിങ്ങൾക്ക് തന്നെ വിട്ടുതരും, കേൾവിക്കാർക്ക്. ഈ നാസ്തിക ബൈബിൾ വിചിന്തനത്തിന്റെ പിന്നിലുള്ളത് ബുദ്ധിശൂന്യതയാണോ അതോ ഒരു പ്രത്യേകതരം ബുദ്ധിയാണോ? ഇനി ഇതുകൊണ്ടൊന്നും നമുക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ ബൈബിള് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ ആഗമന സ്വഭാവത്തിൽ നിന്നാണ്. നമുക്ക് ഇനിയും ബൈബിളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോന്ന് പറക്കിയെടുത്ത് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ, അതല്ല ബൈബിൾ മനസ്സിലാക്കുന്ന രീതി. വെറുതെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറ്റിവെച്ച് നമ്മൾ ലക്ഷ്യം വെച്ച ഒരു പോക്കറ്റിൽ നിന്ന് ഈ വായന ആരംഭിച്ചത് കൊണ്ടാണ്. നമുക്കിതിനെല്ലാം കൊണ്ട് ഒരിടത്ത് എത്തിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് ബൈബിൾ വായിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നത്. യേശുക്രിസ്തുവിന്റെ ആഗമന സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ ഈ നിയമാവർത്തന പുസ്തകത്തിൽ കണ്ട അതേ സംഭവം പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ യേശു എന്തായിരുന്നു ചിന്തിച്ചാൽ മതി. ഒരു പാപിനിയായ സ്ത്രീയെ കുറിച്ച്, പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞ് ഓടിച്ചു കൊണ്ടുവരികയാണ്. അവൾ ഓടി വന്ന് പെട്ടത് യേശുക്രിസ്തുവിന്റെ മുമ്പിലാണ്. അപ്പോ നമ്മൾ പറഞ്ഞ ഈ നിയമമുണ്ട്, പാപത്തിൽ പിടിക്കപ്പെട്ട ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലണം. അവൾ യേശുവിന്റെ മുമ്പിൽ മുട്ടിന്മേൽ വീണ് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കൈകളിൽ കല്ലുവാട്ട് ആൾക്കൂട്ടം യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുകയാണ്. പറയുന്നു, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്തു പറയും? ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. മുതിർന്നവരും തുടങ്ങി ഓരോരുത്തരായി കല്ലുകൾ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി. അവൻ അവളോട് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, പാപം ചെയ്യുക. ഇനിയും പറയണം, യേശു ക്രിസ്തു തിരുത്തിയില്ല. ഇനിയും പറയണമെങ്കിൽ അതൊരു ഒന്നാം തരം പറച്ചിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് വ്യക്തമായിട്ടൊരു ചിന്തയുണ്ടാകണം, സ്വതന്ത്ര ചിന്തയുണ്ടാകണം. പറയുന്നത് എത്ര വലിയ ബുദ്ധിരാക്ഷസനാണെന്ന് തോന്നിയാലും അതിനകത്ത് അത്ര വലിയ ബുദ്ധിയുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു സ്വതന്ത്ര ചിന്ത നമുക്കുണ്ടാകുന്നത്
വളരെ നല്ലതാണ്. ഇനി ക്രിസ്തുവിനെ കുറിച്ച് സ്നേഹത്തിന്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ വായിച്ചു വിടുക. നമുക്ക് ആഗമന ബൈബിൾ ധ്യാനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. നമ്മളെ ഞെട്ടിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഞെട്ടരുത്. കാരണം ഇത്രയേ ഉള്ളൂ, ബൈബിള് വായിക്കാൻ പഠിച്ചാൽ മതി, അല്ലേ? ഒരു പുസ്തകത്തിനൊരു പർപ്പസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞെട്ടുന്ന ചില ചോദ്യങ്ങൾ ഒരുപാട് പ്രസംഗങ്ങളിലൂടെ ഉണ്ട്, അല്ലേ? ഒന്നിതാണ്, ആദവും ഹവ്വായും പിന്നെ കായേനും ആബേലും, പിന്നെ അവര് മരിച്ചു, ഈ ഭൂമിയിൽ എങ്ങനെ തലമുറ ഉണ്ടായി? ഇതൊന്നും കേട്ട് ഞെട്ടേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഒരു ബൈബിൾ, ഒരു പുസ്തകത്തിന് അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. ഈ തലമുറ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതല്ല ബൈബിൾ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. ഏത് പുസ്തകത്തിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ നിന്ന് ആ കാര്യം പറയുന്നത്. ആ പുസ്തകം ഉദ്ദേശിക്കാത്ത കാര്യം ആ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശാസ്ത്രബോധമില്ലാത്ത ഒരു ചിന്തയായതുകൊണ്ടാണ്. ഒരു സയന്റിഫിക് റീഡിങ് വേണം ഈ പുസ്തകത്തെ കുറിച്ച്. അതെന്താണ്? ഈ പുസ്തകത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പർപ്പസ് മനസ്സിലാക്കാത്ത ഒരാള് കണ്ടതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ചന്ദ്രനിൽ പോയതിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ചന്ദ്രനിൽ പോകാത്ത വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ചന്ദ്രനിൽ പോയ കാര്യം പറഞ്ഞാൽ മതി. അയാളുടെ വീട്ടിൽ ചന്ദ്രനിൽ പോകാതെ വീട്ടിൽ ഇരിക്കുന്നവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതല്ല ഈ ചന്ദ്രനിൽ പോയ സയൻസിന്റെ പുസ്തകത്തിന്റെ ലക്ഷ്യം. ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല. അപ്പോൾ ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിനി നോക്കിയാൽ ഇതുപോലെ കേൾക്കും. മത്തായിയുടെ സുവിശേഷവും മാർക്കോസിന്റെ സുവിശേഷവും തമ്മിൽ ബന്ധമുണ്ട്. അതിൽ കരയ്ക്ക് ഒരു ബോട്ട് കടന്നു, മറ്റേ സുവിശേഷത്തിൽ 2 ബോട്ടാണ്. ഇതൊന്നുമല്ല ബൈബിളിന്റെ ഉദ്ദേശം. അങ്ങനെ പല കാര്യങ്ങളിലും തെറ്റുകൾ വരും. കാരണം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ത്, അവിടെയാണ് ചിന്തിക്കേണ്ടത്. എന്തിനധികം ഈ ഉൽപ്പത്തിയിലെ കഥകളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് വിമർശിക്കുന്നതിന് മുമ്പ് 2 പേജ് ഒന്ന് പുറകോട്ട് മറിച്ചെങ്കിൽ ഈ പ്രശ്നം തീർന്നു. ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2 പേജ് പുറകോട്ട് അതിന്റെ ആമുഖം എഴുതിയിരിക്കും. ഉൽപ്പത്തി തുടങ്ങുന്നതിന് മുമ്പുള്ള ആമുഖമാണ്. ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിന് ഒരു ആമുഖമായി കണക്കാക്കാവുന്നതാണ്. ലോക സൃഷ്ടി, മനുഷ്യന്റെ ഉത്ഭവം, രക്ഷാകര പദ്ധതി, ആവശ്യകമാക്കി തീർത്ത തിന്മയുടെ ആവിർഭാവം തുടങ്ങിയവയുടെ വിവരണമടങ്ങുന്ന പഞ്ചഗ്രന്ഥി ചരിത്ര പൂർവഘട്ടത്തെ പ്രതിപാദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രമല്ല, പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡ്, ചരിത്ര പൂർവഘട്ടത്തെ. ഇത് ചരിത്രമല്ല, ശാസ്ത്രമല്ല, ഇത് ഫിലോസഫിയാണ്. ദൈവ മനുഷ്യ ബന്ധത്തിന്റെ കഥ പറയുന്ന, നന്മ തിന്മകളുടെ കഥ പറയുന്ന ഒരു ചരിത്ര പൂർവ്വകാലഘട്ടം. ഇതിനെ നമ്മൾ വളരെ ശാസ്ത്രീയം എന്ന് പറഞ്ഞ് തികച്ചും ശാസ്ത്രബോധമില്ലാത്ത ഒരു വായനയിൽ വീണുപോയി. അതാണ് തെറ്റ്. ഇനി അതിനുശേഷമുള്ള ചരിത്രം എന്ന് പറയുമ്പോഴും ചരിത്രത്തിൽ തെറ്റുണ്ടല്ലോ, ചരിത്രത്തിൽ അന്ന് കണ്ട പലരെയും ഇതിനകത്ത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയരുത്. അതിനെക്കുറിച്ചും കൂടെ ഒന്ന് വായിക്കാം. ചരിത്രപരമായ ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. സംഭവങ്ങളുടെ കാലാനുഗതവും യഥാതഥവുമായ വിവരണം എന്നതിനേക്കാൾ ഇസ്രായേലിന്റെ ദൈവാനുഭവത്തിന്റെയും രക്ഷാകര പദ്ധതിയെയും കുറിച്ചുള്ള വീക്ഷണത്തിന്റെയും വെളിച്ചത്തിലുള്ള അപഗ്രഥനമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അപ്പം ബൈബിളിലെ ചരിത്രം കണ്ടിട്ട് ലോക ചരിത്രത്തിൽ വേൾഡ് ഹിസ്റ്ററി പഠിച്ച പലതും ഇല്ലല്ലോ എന്ന് പറഞ്ഞു വിഷമിക്കരുത്. കാരണം ബൈബിളിന്റെ ഉദ്ദേശം അതല്ല. ഉൽപ്പത്തിയിലെ സംഭവങ്ങൾ പറയുന്നതിന് മുമ്പ് അതാണ് ഞാൻ പറഞ്ഞത്, 2 പേജൊന്നും മറിച്ച് വായിക്കുക. ഇത്രയും വലിയ ധ്യാനങ്ങളൊന്നും നടക്കില്ല. അത് വായിക്കാൻ, വായിച്ചതിലുള്ള നമ്മുടെ പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള വായനയുടെ തെറ്റാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചെന്ന് കേട്ടപ്പോൾ ആട്ടിടയന്മാർ അവരെ അന്വേഷിച്ചു. പക്ഷെ ആട്ടിടയന്മാർ മാത്രമല്ല, ഹെറോദോസിന്റെ പട്ടാളക്കാരും അവനെ ക്രിസ്തുവിനെ അന്വേഷിച്ചു.
അവർ അന്വേഷിച്ചത് കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ടാണ്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയാൻ ഈശോയെ കണ്ടുപിടിച്ചു. അപ്പം അന്വേഷണം 2 തരത്തിലുണ്ട്, വായനയുമുണ്ട് 2 തരത്തിൽ. കണ്ടെത്തി ആരാധിക്കാനും കണ്ടെത്തി കൊല്ലാനും. കൊല്ലാൻ ബൈബിൾ പഠിക്കുന്നവരുടെ ട്യൂഷന് പോയാൽ കൊല്ലാൻ പഠിക്കും. അറിയാൻ ബൈബിൾ പഠിച്ചവരുടെ പഠിക്കാൻ പോയാൽ അറിയും. അത്രേ ഉള്ളൂ.